തമിഴ്നാട് ബി.ജെ.പിയെ നയിനാർ നാഗേന്ദ്രൻ നയിക്കും. പിന്തുണച്ച് അണ്ണാമലൈ. തമിഴ്നാട്ടിൽ വീണ്ടും ബി.ജെ.പി അണ്ണാ-ഡി.എം.കെ സഖ്യം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടു പാർട്ടികളും ഒന്നിച്ചു മത്സരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ പറഞ്ഞു. അണ്ണാ-ഡി.എം.കെ ജനറൽ സെക്രട്ടറി എടപ്പാടി കെ പളനിസാമിയുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. തമിഴ്നാട്ടിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയും എ.ഐ.എ.ഡി.എം.കെയും എൻ.ഡി.എ സഖ്യമായി മത്സരരംഗത്തുണ്ടാകുമെന്ന് അമിത് ഷാ പറഞ്ഞു. ദേശീയതലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലും തമിഴ്നാട്ടിൽ പളനിസാമിയുടെ നേതൃത്വത്തിലും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമെന്ന് അമിത് ഷാ കൂട്ടിച്ചേർത്തു. അണ്ണാമലയ്ക്ക് പകരം നയിനാർ നാഗേന്ദ്രൻ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് പ്രഖ്യാപനം. സംസ്ഥാന ബി.ജെ.പി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അണ്ണാമലയെ നീക്കണമെന്ന് എ.ഐ.എ.ഡി.എം.കെ ആവശ്യപ്പെട്ടിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. നിലവിലെ കാലാവധി പൂർത്തിയായതിന് പിന്നാലെയാണ് അണ്ണാമലയെ മാറ്റിയതെന്നാണ് പറയുന്നത്. അണ്ണാമലയുമായി ഇടഞ്ഞാണ് അണ്ണാ-ഡി.എം.കെ നേരത്തെ എൻ.ഡി.എ വിട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരുന്നു നേരത്തെ ബി.ജെ.പി എ.ഐ.ഡി.എം.കെ സഖ്യം പിരിഞ്ഞത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് അപേക്ഷ ക്ഷണിച്ചുള്ള ബി.ജെ.പിയുടെ വിജ്ഞാപനത്തിൽ ഏറ്റവും കുറഞ്ഞത് 10 വർഷമെങ്കിലും പ്രവർത്തകനാകണമെന്ന നിബന്ധന ഉൾപ്പെടുത്തിയിരുന്നു. ഇത് 2017 പാർട്ടിയിലെത്തിയ നയിനാർ നാഗേന്ദ്രയ്ക്ക് തിരിച്ചടിയാകുമെന്ന് കരുതി. എന്നാൽ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ അറിവോടെ നയിനാറിന് ഇളവ് നൽകുകയായിരുന്നു. ബി.ജെ.പിയുടെ തലപ്പത്തേക്ക് നയിനാർ എത്തുന്നതോടെ അണ്ണാ-ഡി.എം.കെ മുന്നണിയിലേക്ക് തിരിച്ചെത്തുമെന്നാണ് സൂചന.